ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഗുജറാത്തിൽ സൂറത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ റൂം കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളിന്നലെ നേരത്തെ കയറി, വയ്യായിരുന്നു, അത്രയും ട്രാഫിക്കായിരുന്നു. എനിക്ക് പിന്നെ നടുവേദന ആയതുകൊണ്ട് ഈ ചെങ്ങയ്യൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നല്ല, 2 ദിവസമായിട്ട് ഭയങ്കര ബാക്ക് പെയിൻ. പിന്നെ ഞാൻ ആ ട്രാഫിക്, ഇന്നലെ ഭയങ്കര ട്രാഫിക്കായിരുന്നു ഇവിടെ. അപ്പോൾ അതിൽ കാലും കുത്തി തൊഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ നടുവിൻ്റെ പണി ഏകദേശം തീരുമാനമാവുമായിരുന്നു. സോ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. 6 മണിക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു, ഇപ്പം 8 മണിയായി. അപ്പോൾ ശരി, ബൈ ഗൈസ്. യാ ഷുവർ. ദേ നമ്മുടെ വണ്ടി. ആശ മുമ്പിൽ ഇറങ്ങുന്നു. ആശ തന്നെ എടുത്തോ കുറച്ച് നേരം. എന്താ ഞാൻ മാപ്പ് വെച്ചിട്ടുണ്ട്. 8 മണിക്കൂർ 44 മിനിറ്റേ ഉള്ളൂ. ഇപ്പം പോയാൽ നാളെ എത്താം. 44 മിനിറ്റ്. 7 മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നേ. നമ്മൾ വന്ന വഴിയല്ലേ തിരിച്ചു വന്ന്? പൂനെ പോകുന്നില്ലല്ലോ. അവനോട് പറഞ്ഞിനത്. ഇതൊന്നും എനിക്ക് പറ്റില്ല. അവൻ്റെ കാല് മടങ്ങി നിൽക്കുന്നത് കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹിമാലയം കൊടുക്കുന്നതെന്ന് പറഞ്ഞേ. എവിടെ? അവിടെ. മഹാരാഷ്ട്ര കയറിയിട്ട് കുറച്ച് നേരമായി. ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിർത്താന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ പൊടി പോയി. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇട്ടിന് ഇനിന്ന് എന്താ പൊട്ടുന്നച്ചാ? എനിക്കിങ്ങനെ പൊട്ടുന്ന പോലത്തെ അച്ഛാ. ഡ്രൈ സൗണ്ട് ആ ഫ്രണ്ടിന്ന്. അതെയോ? ആ വണ്ടി ചൂടായ സമയത്തായിരുന്നു ഒരു ഭയങ്കര റഫ്, ഒരു ഡ്രൈ സൗണ്ട്. രാവിലെ അത് ഉണ്ടായിരുന്നില്ല. നല്ല കറക്റ്റ് ചൂടാൻ നോക്കി. എടുത്തോ. ഭയങ്കര ഡ്രൈ സൗണ്ട്. നിർത്തിക്കോ, വണ്ടി ഭയങ്കര ഡ്രൈ. എനിക്ക് തോന്നുന്നേ നമ്മുടെ ഓഫ് റോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എയർ ഫിൽറ്റർ മാറ്റിട്ട് നമ്മള് ഇല്ല മാറ്റിട്ടോ ഇല്ല. എയർ ഫിൽറ്റർ മാറ്റി, ഫിൽറ്ററൊക്കെ മാറ്റിനി. അതെയോ? 40 മേജർ സർവീസ് ആയിരുന്നല്ലോ. എല്ലാം ചെയ്തനല്ലേ? എല്ലാം ചെയ്തിന്. എന്തായാലും ഓയിലും കുറവ് അതായിരിക്കില്ല. നമ്മള് ബാംഗ്ലൂരിൽ നിന്നാ ചെയ്തേ. അതേന്റെ ആകെ 200-300 കിലോമീറ്ററിൽ ഓടിയിട്ടു ബാംഗ്ലൂരിന്ന്. ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അടിപൊളി. ആഗ്രയിലത്തെ സർവീസ് അടിപൊളിയായിരുന്നു. ആഗ്ര റോയൽസിന്റെ. അവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കണം. 120 കണ്ടിന്യൂസ് ആയിട്ട് പിടിക്കുമ്പോഴും വണ്ടിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷമാണ് പ്രശ്നം വന്നത്. അല്ല, ഇപ്പൊ ചൂട് കൂടിയതായിരിക്കും. എനിക്ക് തോന്നുന്നു വണ്ടി നല്ലോണം ചൂടായില്ലേ. മറ്റേത് ആവറേജ് 30 താഴെ ഉണ്ടാവലുണ്ട്. ഇപ്പൊ 45. അതെ. അങ്ങോട്ടേക്ക് പോകുമ്പോ ടെമ്പറേച്ചർ വളരെ കുറവായിരുന്നു. ഇപ്പോഴാണ് എന്തോന്ന് കൂടിയല്ലേ രാജസ്ഥാൻ കയറിയപ്പോഴത്തേക്ക്.
എനിക്ക് ഇതിനകത്തുനിന്നൊരു പൊട്ടുന്നൊക്കെ സൗണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തിയേ. നമ്മുടെ ടയറ് നമ്മുടെ ടയറ് ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ടയർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ, ഇതുപോലത്തെ ലൂസ് മണ്ണില്ലേ, ലൂസ് ഗ്രേവൽ, ഇവിടെ നിർത്തി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീഴും, ഉറപ്പാണ്. അതിന് പറ്റിയ ടയറല്ല ഇത്. ഓഫ് റോഡ് ഓക്കെ, നോർമൽ റോഡ് ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെ. ലൂസ് ഗ്രേവലില് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. വാട്ട് യു തിങ്ക്? ഭയങ്കര പണിയാണ്. ആ, എത്ര പ്രാവശ്യം ഗ്രിപ്പ് കിട്ടുന്നില്ല. ആ, നിങ്ങൾ അതേ റോഡിന്റെ സൈഡിലൊക്കെ നിർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ബ്രേക്ക് പിടിച്ച് മെല്ലെ മെല്ലെ സൈഡിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നേരത്തെ ഞാൻ ബ്രേക്ക് പിടിച്ചെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വീണേനെ. 2-3 പ്രാവശ്യം നമുക്ക് അങ്ങനെ ആയില്ലേ. പേടിയുണ്ട്, അതുകൊണ്ട് അതുവഴി ഓടിക്കുമ്പോൾ ഒരു ടയറിനൊരു ഗ്രിപ്പ് കിട്ടാത്ത പോലെ ഉണ്ട്. എങ്ങനെയുണ്ട് ടയർ? യു ഗൈസ് വാട്ട് യു തിങ്ക്? ചൂട് മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഫെയർ ആൻഡ് ടയർ? മൊത്തത്തിൽ ഇതിന്റെ ആ കട്ടേൻ്റെ ഇത് കുറഞ്ഞു. ആ, ഇത് ഇവിടൊക്കെ കുഴപ്പമില്ല, പക്ഷെ 20,000 കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഓട്ടാണെങ്കിൽ. ആ, നല്ല ചൂടുമുണ്ട്. നല്ല ചൂടുണ്ട്. ബാക്ക് ടയർ എങ്ങനെയുണ്ട്? ബാക്ക് ടയർ വലിയ ബാക്ക് ടയറും തേഞ്ഞടാ. ആ, 20,000 ലൈഫ് കിട്ടില്ല, ഉറപ്പാണ്. ഇവർ ക്ലെയിം ചെയ്യുന്ന ഒരു ലൈഫ് എന്തായാലും കിട്ടില്ല. ഓക്കെ, ഇവര് ക്ലെയിം ചെയ്യുന്ന ഒരു ലൈഫ് കിട്ടില്ല, അത് ഉറപ്പാ. 10,000 ഓടുമായിരിക്കും നാട്ടിലെത്തുമ്പോഴത്തേക്ക് ആവൂടാ. ആ, അല്ല, അത്ര ഓടുമായിരിക്കും, അത്ര ഓടൂ. ഇൻഫാക്ട് ഇത് വല്ലാണ്ട് കുറഞ്ഞു. ഇവിടെ ആ ഒരു തിക്നെസ് ഇല്ല ഇപ്പോൾ. ഇല്ല, ഇതൊക്കെ സെയിം ഗ്രിപ്പ് അല്ലേ വേണ്ടത്? ഇവിടെ സെയിം ആയിരിക്കില്ലേ വേണ്ടത്? ഈ ഭാഗം ചെയ്യുന്നുണ്ട് നല്ലോണം. ഉണ്ട്. ഇതെന്തൊരു ബെൻഡ് പോലെ എല്ലാത്തിലും അതിന്റെ ഷേപ്പ് ആയിരിക്കും. എല്ലായിടത്തും ഉണ്ട് അത്. ഞാൻ അതാ തൊട്ട് നോക്കിയത്. ഞാനും ബൾജ് ചെയ്ത് വന്നെയാണോ അല്ല തേഞ്ഞതാ. 20,000 ലൈഫ് കിട്ടില്ല, അത് ഉറപ്പാണ്. എന്നാലും കിട്ടില്ല. നല്ല കാറ്റിടുന്ന എണീക്കാൻ തോന്നില്ല എനിക്ക്. പക്ഷേ ഹൈവേയില് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് തോന്നിയത് ഈ ഒരു ടയറാണ്. സീരിയസ്ലി വോബ്ലിംഗ് ഇല്ലല്ലേ ബ്രേക്ക് പിടിക്കുമ്പം? എനിക്ക് കാശ്മീരിൽ നിന്ന് ഞാൻ ഇവരടുത്ത് വണ്ടിയിടായിരുന്നു, എനിക്ക് പ്രശ്നം തോന്നുന്നുണ്ട്. പക്ഷെ അത് ടയറിൻ്റെയും വണ്ടീൻ്റെയും അല്ല, അത് അവിടുത്തെ ബ്ലാക്ക് ഐസ് ഉണ്ട് റോഡിൽ. ആ ദൂരത്തുനിന്ന് ഇങ്ങനെ ടാർ നമ്മൾ എക്സ്ട്രാ ഒരു ലെയർ ചെയ്ത പോലെയാണ് തോന്നുന്നത്. പിന്നെയാണത് മനസ്സിലായി, നമ്മൾ തിരിച്ച് കാശ്മീർ വിട്ട് തിരിച്ച് വരുമ്പോഴാണ് മനസ്സിലായി റോഡിൽ ഐസാവുന്നത്. അപ്പം നമുക്ക് ബ്രേക്ക് ഇടില്ല, വണ്ടി ചെയിൻ ലോക്കായിട്ട് ഇങ്ങനെ വോബിളാവുന്നുണ്ട്. വേറെ പ്രശ്നം. നീ അവിടെ പിടിച്ച് കഴുകാൻ വെള്ളതാ. ടയറില്ല, ചെയിനിന്റെ ഭാഗത്ത് എവിടെയും പിടിച്ചിട്ടുണ്ടാവും. ആ കാർഗോ പാൻറ്റിന്റെ ബെനിഫിറ്റും അതാ, ചളയായി കാണൂല, അതുകൊണ്ടാണ് അതൊന്നും എടുത്തത്. ഒരു സ്റ്റാറ്റസ് ഇട്ട മറ്റേലേക്ക് അങ്ങോട്ടേക്ക് പോയാൽ കല്യാൺ ഡോംബുളി ഒക്കെ. nice. मैं चला रही हूँ. हाँ, मेरा चैनल है, मैं चलाती हूँ सच में. और पीछे बैठे क्यों? हमारी गाड़ी की? इनके गाड़ी है, इन्होंने सिखाया गाड़ी चलाने और मैं अभी चला रही हूँ. उठाने आती है? जी? उठाने आती है? हाँ आती है, क्यों? हाँ दिखाती हूँ अभी.
എത്രയാണ് 11.18 29 27 28 29 ആണല്ലേ? എന്തോ വാ എടുക്ക്. എടോ ഞാനിനി സോളോ പോകുമ്പോഴേ എനിക്ക് നടുവേനടുത്ത് ആരും എടുക്കും വണ്ടി. ആരും എടുക്കില്ല. അപ്പം ഞാൻ സോളോ പോകണ്ടേ? നിനക്ക് ഓടിക്കാൻ പറ്റൂലെങ്കിൽ നീ സോളോ പോകരുത്. എനിക്ക് ഇടയ്ക്ക് നടുവേദന ഒന്നും എന്ത് ചെയ്യാം? ആടെ നിർത്തേണ്ടി വരും. അല്ലാതെ ആരും എനിക്ക് വേണ്ടി എടുത്തു തരാൻ പോകുന്നില്ല. അത് ശരിയാണല്ലോ. ചൗക്ക് ചാന്ദി ചൗക്ക് അത് ഡൽഹിയിൽ തന്നെ. ഒരു സംശയമുണ്ട്. ആഗ്ര റോയൽസ് ഒന്ന് ടൈറ്റ് ആക്കി തോന്നുന്നതാണ്. ഇത് വീണ്ടും പോയി. ഇത് ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് വീണ്ടും പോയി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ റൈഡ് ചെയ്യുമ്പോ? അതിൽ പോന്നെയാ. ഞാൻ വെല്ലേ പോകലോ. ഈ വളവാണ് അച്ഛൻ പറഞ്ഞ വളവുകൾ. മേലെ വരെ കയറണം. സൗണ്ടൊക്കെ വരുന്നുണ്ട്. ചിലപ്പോ വലിയ വണ്ടികൾക്ക് നോ എൻട്രി ആയിരിക്കും. പാലും കഴിഞ്ഞ് നിർത്താല്ലേ? നമ്മൾ ലോണാവൽ എത്താൻ വേണ്ടി പോകുന്നു. ഇനി 66 കിലോമീറ്റർ ഉണ്ടോ? 8 മണിക്ക് എത്തൂ. നമ്മള് നമ്മുടെ ഒരു ഫോളോവർ അനൂപ് ബ്രോ ഫ്രം വയനാട്, പുള്ളി ഒരു വീട്ടിലൊരു സ്റ്റേ ആക്കി തന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. പീപ്പിൾ നോ വി ആർ ബ്രോക്ക്. ഓക്കെ. ഇവിടെ ആൾക്കാർ നല്ല ചായ കുടിക്കാനൊക്കെ വൈകുന്നേരം വണ്ടിയൊക്കെ എടുത്ത് വരും. രസല്ലേ? BMW ഒക്കെ എടുത്തിട്ടതാ. ചാർജിന് വെച്ചിട്ടേ എന്റെ കുട്ടാ ഇതേപോലെ നന്ന് പേസ് ആണെന്നില്ല. ഇവിടെ വടാപ്പാവല്ല, ഇവിടെ ഐസ് ഗോള. നമ്മുടെ അനൂപ് ബ്രോ ഫ്രം വയനാട് നമുക്ക് ഇവിടെ ഒരു സ്റ്റേ ആക്കി തന്നിട്ടുണ്ട്. പുള്ളിയുടെ വീടാണോ ആളുടെ വീടാണോ എനിക്ക് വലിയ ഐഡിയ ഇല്ല. വീടാന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. നമുക്ക് എന്ത് ബുദ്ധിമുട്ട്? പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ല, സ്റ്റേ ആക്കി തരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് സ്റ്റേ ആക്കി തരണം. എനിക്ക് നിർത്താൻ അറിയില്ല. ഹായ്. പോയാ ഓക്കെ.
ഞാനാണ് സ്റ്റാൻഡ്. അത് ഇവൻ വെച്ചോളൂ, എനിക്ക് അങ്ങനെ വെക്കാനുള്ള ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് മാത്രം നിങ്ങൾ എന്നെ കൊണ്ട് പോകുന്നു. കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് ബുദ്ധിമുട്ടാവോ? ഓ ഗ്ലൗസ് വേണ്ട വണ്ടി വെച്ചിട്ട് എത്ര ദിവസമായിന്നറിയോ? ഓടിക്കുന്നില്ല അല്ലേ? ഇല്ല, നല്ല സുഖം, സത്യം, സീരിയസ്ലി വായു കൂടെ ആയില്ലായി. സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലൊന്ന് ഓർഡർ വന്നു, എന്നിട്ട് അവൻ വിളിക്കുക. നമ്മളിപ്പോൾ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറയിലൊന്നും ചാർജില്ല. അവിടെ പോയിട്ടെല്ലാം ചാർജിന് വെക്കണം. എനിക്ക് കിടന്ന് ഉറങ്ങണം, വല്ലാണ്ട് ടയർഡാണ്. ടുമോറോ വിൽ റീച്ച് ഗോവ. ബൈ, ഗുഡ് നൈറ്റ്.